രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം. എൻ മനസ്സിൽ നീ നീണാൽ വാഴേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായ നല്ല തമ്പുരാനെ, ഞങ്ങളോടൊത്തു വസിക്കാനായി ദിവ്യകാരുണ്യമായി ഈ അൽത്താരിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ, ഈ ദിവസം ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മനസ്സുകളിൽ അങ്ങ് രാജാവായി വാഴണമേ. അങ്ങ് ഞങ്ങളോടൊത്തു വസിക്കാൻ കൊതിക്കുന്ന ഒരു ദൈവമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയായിരുന്നു. പറുദീസയിൽ ആദ്യ മനുഷ്യൻ്റെ കൂടെ നടക്കാൻ കൊതിക്കുന്ന ദൈവം, പഴയ നിയമജനത്തോട് നിങ്ങളുടെ ജനമാകാൻ എനിക്ക് കൊതിയുണ്ടെന്ന് പറയുന്നൊരു ദൈവം, മേഘത്തിൻ്റെ തണലും അഗ്നിസ്തംഭവുമായി ആശ്വാസവും വഴികാട്ടിയുമായി കൂടെ നടക്കുന്ന ദൈവം, ദൈവമായ കർത്താവ് നിങ്ങൾ താവളമടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് മുമ്പേ അവിടെ പോയി എല്ലാം സുഗമമാക്കുന്നു എന്ന ദൈവവചനത്തിലൂടെ അവിടുന്ന് അരുളി ചെയ്യുന്നത് നാം വായിക്കുന്നു. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 33-ാം തിരുവചനം, നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിനുള്ള സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുമ്പേ നടന്നിരുന്നു. കരുതലുള്ള ഒരപ്പനെപ്പോലെ, ഒരമ്മയെപ്പോലെ നാം എവിടെ വസിക്കണം, നാം എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതം എപ്രകാരമാകണമെന്ന് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മെ നയിക്കുന്ന നമ്മുടെ തമ്പുരാനിര നമ്മോട് കൂടെ അവിടുത്തെ തിരുശരീരവും അവിടുത്തെ തിരുരക്തവും നമുക്ക് ശക്തിയായി, നമുക്ക് ജീവനായി, ജീവൻ്റെ സമൃദ്ധിയായി, നമുക്ക് സംരക്ഷണമായി നമ്മെ കാത്തു പരിപാലിക്കുന്ന നമ്മുടെ ദൈവം, എല്ലാ ശത്രുക്കളിൽ നിന്നും നമ്മെ കാത്തു പരിപാലിക്കുന്ന തിരുക്കുരിശിൻ്റെ അടയാളം നമ്മെ കാത്തു പരിപാലിക്കട്ടെ. അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ ദിവ്യസ്നേഹ അഗ്നി നമ്മുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കട്ടെ. അവിടുത്തെ തിരുവുത്ഥാനത്തിൻ്റെ രഹസ്യം നമ്മുടെ ജീവിതങ്ങൾക്ക് സാക്ഷ്യത്തിൻ്റെ ശക്തി നൽകട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണതയിലേക്ക് നയിക്കട്ടെ. അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്ന പൊന്നു തമ്പുരാൻ, തൻ്റെ ശരീരവും രക്തവും തിരുക്കുരിശിൽ നമുക്ക് വേണ്ടി ചിന്തുന്ന, നമുക്ക് വേണ്ടി നൽകുന്ന നമ്മുടെ പൊന്നു തമ്പുരാൻ ഇതാ തൻ്റെ വലിയ സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കുടുംബങ്ങൾക്ക് ഓരോരുത്തർക്കും, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഈ സമയം നൽകുകയാണ്.
നമ്മുടെ നിയോഗങ്ങൾ മുഴുവൻ ആ തമ്പുരാനെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളിലെ അത്ഭുതങ്ങൾ സംഭവിക്കാനായി, വലിയ അടയാളങ്ങൾ സംഭവിക്കാനായി നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ആദിമസഭ തീഷ്ണതയോട് പ്രാർത്ഥിച്ചതുപോലെ ഈശോയെ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ എന്ന് തീഷ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവിലാവിലെ തിരുമുറിവിൽ എന്നെ ചേർക്കണമേ. തിരുവിലാവിലെ തിരുമുറിവിൽ എന്നെ ചേർക്കണമേ. ഈശോയെ, തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. തിരുക്കുരിശിൻ അടയാളത്താൽ എന്നെ കഴുകണമേ. ഈശോയെ, തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. തിരുഹൃദയത്തിൻ സ്നേഹത്താൽ എന്നെ പൊതിയണമേ. ഈശോയെ, തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. തിരുവുത്ഥാന പ്രഭയാൽ എന്നെ ശക്തനാക്കണമേ. ഈശോയെ, തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. സത്യാത്മാവിൻ അഭിഷേകത്താൽ പൂർണ്ണനാക്കണമേ. ഈശോയെ, തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. ഈശോയെ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ വലിയ അഭിഷേകം ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് കൂടെ വസിക്കുന്ന അങ്ങയെ പഴയ നിയമത്തിൻ്റെ താളുകളിലൂടെ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഈ ദിവസങ്ങളിലെ ഒരു ജനത്തിൻ്റെ കൂടെ നടക്കാൻ കൊതിക്കുന്ന ദൈവം, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ പഴയ നിയമത്തിലെ അതിവികാരുണ്യത്തിൻ്റെ മുൻസൂചനകൾ ഞങ്ങൾ പഠിക്കുകയാണ്. ഈശോയെ, ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഈ നിമിഷങ്ങളിലെ ഇന്ന് നമ്മൾ കാണുന്നത് ഈശോയുടെ ആ സാന്നിധ്യത്തിൻ്റെ, ആ ദിവ്യ സാന്നിധ്യത്തിൻ്റെ, അൾത്താരയിലെ സാന്നിധ്യത്തിൻ്റെ പഴയ നിയമത്തിലെ വേറെ ചില മുൻരൂപങ്ങൾ കൂടിയാണ്. അതിൽ നിന്ന് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ മഹത്വം വന്നു നിൽക്കുന്ന സമാഗമ കൂടാരവും വാഗ്ദാന പേടകവുമാണ്. നമ്മൾ വായിക്കുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം 40-ാം അധ്യായം 35-ാം തിരുവചനത്തിലെ കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു എന്ന്. പുറപ്പാടിൻ്റെ പുസ്തകം 25-ാം അധ്യായം അത് മുഴുവൻ സമാഗമ കൂടാരം, വാഗ്ദാന പേടകം, തിരുസാന്നിധ്യത്തിൻ്റെ അപ്പത്തിൻ്റെ മേശ, വിളക്കുകാൽ ബലിപീഠം, പുരോഹിത വസ്ത്രങ്ങൾ, ഇതെല്ലാം എപ്രകാരമായിരിക്കണമെന്ന് ദൈവമായ കർത്താവ് വളരെ വ്യക്തമായ കൃത്യമായ നിർദ്ദേശങ്ങൾ മോശയ്ക്ക് നൽകുന്നു. ആ നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ മോശ നിർവഹിക്കുകയും ചെയ്യുന്നത് നമ്മളവിടെ വായിക്കുന്നു. ആത്മാവ് കൊണ്ട് നിറഞ്ഞ മനുഷ്യരെ മോശ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 31-ാം അധ്യായം ആരംഭത്തിലെ ബെസാലേലിനെ സഹായിക്കാനായി ഒഹോലിയാബ് ഇവരാണ് ആ വാഗ്ദാന പേടകം നിർമ്മിക്കുന്നത്. പേടകത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ അവസാനം 25-ാം അധ്യായം 22-ാം തിരുവചനത്തിലെ നാം ഇപ്രകാരം വായിക്കുന്നു: അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും, കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് ദൈവം മോശയോട്, ദൈവം പഴയ നിയമ ജനത്തോട് സംസാരിക്കുന്നത് ആ വാഗ്ദാന പേടകത്തിൻ്റെ മുകളിലുള്ള കൃപാസനം, ആ കൃപാസനത്തിൻ്റെ ഇരുവശങ്ങളിലുള്ള കെരൂബുകൾ, അതിൻ്റെ മധ്യേ നിന്ന് ദൈവം സംസാരിക്കുകയാണ്. മോശ തീരുമാനങ്ങൾ എടുക്കാനായി ഓടിച്ചെല്ലുന്നത്
ഈ സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിലേക്കാണ്, ഈ വാഗ്ദാന പേടകത്തിലേക്കാണ്. അവിടെ കുമ്പിട്ട് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ദൈവം മോശയോട് സംസാരിക്കുന്നു. ഇതാ നമ്മുടെ തമ്പുരാൻ യൽത്താരിൽ നിന്നുകൊണ്ട് ഇതുപോലെ നമ്മോട് സംസാരിക്കാൻ തയ്യാറുള്ളൊരു തമ്പുരാനാണ്. നമ്മുടെ മനസ്സുകൾ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് ഞാൻ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ കേട്ട് എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും. നമ്മുടെ തമ്പുരാൻ നമ്മോടൊത്ത് വസിക്കാൻ കൊതിക്കുന്നൊരു തമ്പുരാനാണ്. തമ്പുരാൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ സാന്നിധ്യത്തോടൊപ്പം തന്നെ ഞാൻ ചേർന്ന് വായിക്കണം സാമുവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ദാവീദ് രാജാവ് ഈ വാഗ്ദാന പേടകം ആഘോഷമായി ജെറൂസലേമിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു കാളപ്പുറത്ത് കാള വിരണ്ടു, വാഗ്ദാന പേടകം ചെരിഞ്ഞു. ഉസ്സ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പേടകത്തെ സ്പർശിക്കുന്നത് മറഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി. പക്ഷെ ആ നിമിഷം തന്നെ ആ മനുഷ്യൻ മരിച്ചു വീഴുകയാണ്. കരുണ്യവാനായ തമ്പുരാൻ്റെ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യപേടകം തൊട്ട നിമിഷം തന്നെ മനുഷ്യൻ മരിച്ചു വീഴുന്നു. ഒരു കാരണം എന്തായിരിക്കും? കാരണം പരിശോധിക്കുമ്പോൾ ബൈബിൾ പണ്ഡിതന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും നമ്മുടെ മുമ്പിലേക്ക് കൃത്യമായി വ്യക്തമായി സൂചിപ്പിക്കുക, ഈ വാഗ്ദാന പേടകം വഹിക്കുവാനായി ദൈവം നൽകിയിട്ടുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് ദാവീദ് രാജാവ് ഈ പേടകം ജെറൂസലേമിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നത്. ലേവ്യ ഗോത്രത്തിലെ കൊഹാത്തിൻ്റെ വംശത്തിൽപ്പെട്ടവർ മാത്രമായിരിക്കും വാഗ്ദാന പേടകം അത് ചുമന്നുകൊണ്ട് വരണമെന്നുള്ള വ്യക്തമായ നിർദ്ദേശം തമ്പുരാൻ കർത്താവ് ആ ജനത്തിന് നൽകിയിരുന്നു. ഇവിടെ ഒരു ചെറിയ സൂചന ഈശോ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്, ആ കർത്താവിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമായ വാഗ്ദാന പേടകം അശ്രദ്ധയോടുകൂടി സ്പർശിച്ചൊരു മനുഷ്യൻ മരിച്ചു വീണെങ്കിൽ, ഇതാ ദൈവം തന്നെ നമ്മുടെ തിരു സാന്നിധ്യത്തിലായിരിക്കുന്നു. സിറോ മലബാർ സഭയിലെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ആ തിരു സാന്നിധ്യത്തിലായിരിക്കാൻ. എന്തുമാത്രം ശ്രദ്ധയോടെ വിശുദ്ധിയോടെ ഭക്തിയോടെ ആയിരിക്കണം ഓരോ ദിവ്യബലിയിലും നാം പങ്കെടുക്കാനായിട്ട്. സിറോ മലങ്കര സഭയിലെ വിശുദ്ധ കുർബാന തീക്കട്ട എന്നാണ് പറയുക. ആ വിശുദ്ധിയുടെ ശ്രേഷ്ഠത, ദൈവമഹത്വത്തിൻ്റെ ശ്രേഷ്ഠത നമ്മുടെ മുമ്പിലെ ഇത് വ്യക്തമാക്കുന്നതാണ്. ഈ ഒരു വലിയ ദൈവമഹത്വത്തെക്കുറിച്ചുള്ള സജീവമായ ഒരു സാന്നിധ്യം, ഒരു ചിന്ത നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കണം. ദേവാലയം പണിയുമ്പോൾ നാം വായിക്കുന്നുണ്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തിലെ സോളമൻ ദേവാലയം പണിത് കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കർത്താവിൻ്റെ ആലയത്തിൽ വലിയ മേഘം നിറഞ്ഞു. പുരോഹിതന്മാർക്ക് പരസ്പരം കാണാൻ സാധിക്കുന്നില്ല. കർത്താവിൻ്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞു നിന്നു. ഈശോയെ നമുക്ക് ആരാധിക്കാം. സ്നേഹമുള്ളവരെ, തമ്പുരാനെ മഹത്വവും തമ്പുരാൻ്റെ തേജസ്സും നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി തീരും. ആരാധന ശരിയായാൽ ജീവിതം സുഹൃതങ്ങൾ നിറഞ്ഞതായി തീരും. പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ കൃപാവരം, ദൈവഭയമെന്നുള്ള ആ വലിയ വരം ലഭിക്കാനായി, ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ആ വലിയ സാക്ഷ്യം, അനുഭവം നമുക്ക് ലഭിക്കാനായി തമ്പുരാനോട് ഈ നിമിഷം ഇഷ്ടമായി നമുക്ക് പ്രാർത്ഥിക്കാം. കൂടെ നമ്മുടെ തമ്പുരാനുണ്ടാകുമ്പോൾ ആ സ്നേഹത്തിൻ്റെ, ആ കാരുണ്യത്തിൻ്റെ ആ ചൈതന്യം, ആ ഈശോ സർവശക്തനായ ദൈവമാണെന്നുള്ളൊരു തിരിച്ചറിവ്, അത്യുന്നതനാണെന്നുള്ളൊരു തിരിച്ചറിവ്, സർവാധിപനാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. നമ്മുടെ ജീവിതത്തെ മുഴുവൻ നയിക്കാൻ സാധിക്കുന്ന തമ്പുരാനെ നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് പഴയ നിയമത്തിൽ ആ ദൈവജനത്തോടൊപ്പം ആ സാക്ഷ്യപേടകത്തിലെ ആ സമാഗമ കൂടാരത്തിലെ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഇന്നിതാ അങ്ങ് തന്നെ, ദൈവമായ അങ്ങ് തന്നെ
അതിൻ്റെ പൂർണ്ണതയിൽ മുഴുവനായി അങ്ങ് ഈ അൾത്താരയിലുണ്ട് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങളുടെ കൂടെ നയിക്കുന്ന, ഞങ്ങളെ കൂടെ നടക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് സർവശക്തനാണ് എന്നും അങ്ങ് സർവവ്യാപിയാണെന്നും അങ്ങ് സർവാധിപനാണെന്നും അങ്ങ് അത്യുന്നതനാണെന്നും ഉള്ള വലിയ അങ്ങയുടെ മഹത്വത്തെക്കുറിച്ചുള്ള അവിശ്വാസത്തിൻ്റെ അവബോധവും ബോധ്യവും ഈ ആരാധന സമയത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ഞങ്ങളുടെ ജീവിതങ്ങൾ മുഴുവൻ സ്പർശിക്കുവാനും ഒരു നിമിഷം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറയ്ക്കുവാനും കഴിവുള്ള സർവശക്തനായ തമ്പുരാനാണ് ഈ അൾത്താരയിലുള്ളത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, അവിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിക്കണമേ. തൻ്റെ മകനെ സുഖപ്പെടുത്താനായി വന്ന മനുഷ്യനെ പോലെ ഞങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ശിഷ്യന്മാരെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. തീക്ഷ്ണമായി ഈശോയുടെ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് ഈശോയുടെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം